നമസ്കാരം, സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. ഏറെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുക്കാനായിട്ട് ഞാനും അമൽ സാറും വന്നിരിക്കുന്നത്. രാവിലെ കുറെ അധികം ഉദ്യോഗാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് പോയത് ഏറെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ്. ഇന്നത്തെ പരീക്ഷ കഴിയുമ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്ത് മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണമെന്ന ആഗ്രഹത്തോടു കൂടി കുറെ അധികം ഉദ്യോഗാർത്ഥികൾ യാത്ര ചെയ്തു. പക്ഷെ പരീക്ഷ കഴിഞ്ഞ ശേഷം PSC ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2026 ജൂലൈ 18 നടത്താനിരുന്ന സെക്കൻഡ് സ്റ്റേജ് പരീക്ഷ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് റദ്ദാക്കിയിരിക്കുകയാണെന്നുള്ളത്. എന്താണ് സാങ്കേതിക കാരണം? PSCയുടെ പിടിപ്പ് കേടെന്ന് പറയാവുന്ന, അല്ലെങ്കിൽ PSCക്ക് നല്ല രീതിയിൽ ഒരു പരീക്ഷ നടത്താൻ കഴിയില്ല എന്ന് വീണ്ടും തെളിയിക്കുന്ന ഒരു കാരണമായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. പരീക്ഷാ പേപ്പർ ലീക്കായെന്നോ അല്ലെങ്കിൽ പരീക്ഷാ പേപ്പർ മാറിപ്പോയെന്നോ എന്ത് തന്നെ പറഞ്ഞാലും ഉദ്യോഗാർത്ഥികളോട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തത്ര. അതായത് ഈ 10th പ്രിലിംസ് ആക്ച്വലി ഒരു കുട്ടിയുടെ 6 മാസം പ്രിപ്പറേഷനാണ്, ചുരുങ്ങിയത് 6 മാസം പ്രിപ്പറേഷനാണ്. അപ്പൊ 6 മാസം ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇത്രയും സന്തോഷമായിട്ട് ഇത്രയും പഠിച്ചിട്ട് അങ്ങ് പോയേക്കാണ്. അപ്പൊ പോയപ്പോ എനിക്ക് മനസ്സിലായി ഇങ്ങനെയാണ്: രാവിലെ ക്വസ്റ്റ്യൻ പേപ്പറെ കൊണ്ടുകൊടുത്തത് 2 ക്വസ്റ്റ്യൻ, അത് രാവിലെ ഉച്ചക്കത്തേത് രാവിലെ കൊണ്ടുകൊടുത്തു. ഓക്കെ, അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര മാത്രം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷ. നമ്മള് നീറ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മാറിപ്പോയി, ക്വസ്റ്റ്യൻ ചോർന്നു, അത് മാത്രം വിമർശിച്ചാൽ പോരാ, ഇത് വിമർശിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഇങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്, കൃത്യമായിട്ടുള്ള വിവരം അല്ലെങ്കിലും അറിയാൻ കഴിയുന്ന ആലപ്പുഴ ജില്ലയിലെ പല സെന്ററുകളിലും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷ പേപ്പറാണ് രാവിലെ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ PSC ആ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടിട്ട് പാലിക്കേണ്ട ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ അച്ചടക്കം, റെസ്പോൺസിബിലിറ്റി കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ മാത്രം അവസാനിക്കുന്നതല്ല. ഇതിനു മുമ്പേ ഒരുപാട് പ്രശ്നങ്ങൾ PSCയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. അതായത് പരീക്ഷ നടത്തിപ്പിൽ കുറേ അധികം ഉദ്യോഗാർത്ഥികളുടെ പേപ്പറുകൾ നോക്കിയില്ല എന്നുള്ള, ഉത്തരങ്ങൾ നോക്കിയില്ല എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. പല പരീക്ഷകളിലും ChatGPT യൂസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു എക്സാം നടത്തിപ്പിലും ഒരു ക്രമക്കേട് വന്നിരിക്കുന്നത്. ഇതിനെ ഒരു കാരണവശാലും ഇപ്പം ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഒരേ പരീക്ഷ തന്നെ കേരളത്തിലെ 14 ജില്ലകളിലായി കുട്ടികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ചില കുട്ടികൾ എഴുതിയത് ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ, ചില കുട്ടികൾ എഴുതിയത് പരീക്ഷയ്ക്ക് മുമ്പ് നടത്തേണ്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ കുറഞ്ഞത് ഒരു 4 ലക്ഷം പേരെങ്കിലും ഇന്നത്തെ പരീക്ഷ എഴുതേണ്ടതായിരുന്നു, അല്ലേ? മൊത്തത്തിൽ 4 ലക്ഷം പേരെങ്കിലും എഴുതേണ്ട, അതൊരു 2 ലക്ഷം പേരെങ്കിലും പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 ലക്ഷം പേരുടെ മാനസികാവസ്ഥ എത്ര സന്തോഷത്തോടു കൂടിയിട്ടായിരിക്കും ചില കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് അറിയാവുന്നതായിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെ പ്രതീക്ഷകൾ ആ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും. അവർ മെയിൻസിന് വേണ്ടി പഠിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് വലിയൊരു കനത്ത തിരിച്ചടിയുമായിട്ടാണ് PSC ഇത്തരത്തിലുള്ളൊരു നിർദ്ദേശം വന്നിരിക്കുന്നത്. നന്നായി നടത്തേണ്ടതാണ്. ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു വീഴ്ച തന്നെയാണെന്ന് പറയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും. അതായത് എത്ര കെയർലെസ് ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ എടുത്തേക്കുന്നത്, എത്ര കെയർലെസ് ആയിട്ടാണ്. ഇപ്പൊ കേരള PSCയുടെ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. എനിക്ക് ഓർമ്മ കാലത്തോടെ ഇങ്ങനെ ഒരു എക്സാം പെട്ടെന്ന് ക്യാൻസൽ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ഒരു സാങ്കേതിക തടസ്സമുണ്ട്, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാൻ പോകുന്നു, അങ്ങനെ ഒരു കാര്യമൊന്നും PSC ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എത്ര കെയർലെസ് ആയിട്ടാണ് ഇപ്പോൾ PSC ഈ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഓരോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത് ChatGPT യൂസ് ചെയ്യുന്നില്ല എന്ന് ChatGPT 100% യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം, ഒരു ഡിഗ്രി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അതിന്റെ മലയാളം കൺവേർഷൻ എങ്ങനെ ചെയ്യുന്നത്? ChatGPT അല്ലെങ്കിൽ ജെമിനി, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലാംഗ്വേജ് കിട്ടത്തില്ല. ഇപ്പൊ നമ്മളിരുന്ന് മറ്റേ വിഘടനവാദികളും പ്രതിക്രിയ നമ്മളൊന്നും പറയത്തില്ല. അത് AI ജനറേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് വരുന്നത്. അപ്പോൾ റിസർച്ച് ഓഫീസറോ എക്സാം ആണെന്ന് തോന്നുന്നു. അതിനകത്ത് 54 ഓപ്ഷൻ മൊത്തം B ആയിരുന്നു. അത് ChatGPT നമ്മളും എല്ലാവരും AI യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ കറക്റ്റാ പ്രോംപ്റ്റ് ചെയ്തില്ലെങ്കിൽ എല്ലാ ആൻസർ വരുന്നത് ഒന്നുകിൽ A ആയിരിക്കും, അല്ലെങ്കിൽ B ആയിരിക്കും, അല്ലെങ്കിൽ C ആയിരിക്കും വരുന്നത്. നമ്മൾ പിന്നെ റീപ്രോംപ്റ്റ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് അത് ഷഫിൾ ചെയ്ത് വരത്തുള്ളൂ. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇപ്പൊ അവസാനമായിട്ട് എക്സാം വരെ മാറ്റി വെച്ചേക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു മൗനവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരുപാട് ക്രമക്കേടുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മുൻ സർക്കാരിന്റെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മുൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരിക്കാം PSCയിൽ ഇരിക്കുന്നത്, എന്തും ആയിക്കോട്ടെ. പക്ഷെ നിലവിലുള്ള സർക്കാർ അതിനെടുക്കേണ്ട ചില പ്രിക്വേഷൻസ് അല്ലെങ്കിൽ എടുക്കേണ്ട ചില നടപടികൾ, വേഗത്തിലെടുക്കേണ്ട നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഇവിടെ നടന്നിട്ടുള്ള ഈ കാര്യത്തെ പോലും ന്യായീകരിക്കും, അല്ലാതെ യാതൊരുവിധ സംശയവും. അങ്ങനെയാണ് സിസ്റ്റം. ഇപ്പം നിയമനങ്ങളുടെ കേസിലാണെങ്കിൽ LD പരീക്ഷ നടക്കുകയാണ്. LD പരീക്ഷ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. പക്ഷേ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വളരെ കുറച്ച് നിയമനങ്ങൾ, ഏതാണ്ട് 1500 നിയമനങ്ങൾ മാത്രമേ ഇതുവരെ നടന്നിട്ടുള്ളൂ മൊത്തത്തിൽ കേരളത്തിൽ. LP UP കുട്ടികൾ സെക്രട്ടേറിയറ്റിൽ, നമ്മൾ സംസാരിക്കുന്ന 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അവർ മണ്ണ് തിന്ന് സമരം ചെയ്യുകയാണ്. അതായത് പരീക്ഷ എഴുതി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി റാങ്ക് ലിസ്റ്റിൽ വന്ന് പല ജില്ലകളിലും 1ാം റാങ്ക് നേടിയ കുട്ടികൾക്ക് പോലും നിയമനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത്രമാത്രം അതപ്പതിച്ചൊരു സ്റ്റേജിലേക്ക് സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ്. തീർച്ചയായും. ഇനിയും ഇതിലെന്താണ് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത് PSC അഡ്രസ് ചെയ്യണം.
തീർച്ചയായും. അതായത് ഇപ്പൊ നമുക്കൊരു ഫോൾട്ട് പറ്റിയിട്ടുണ്ട്, ഇന്ന മേഖലയിൽ നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, അത് PSC അതിനെ അഡ്രസ് ചെയ്യണം. എന്ത് മെഷറാണ് അവർ മുന്നോട്ട് വെച്ചത്, ഇനി ഇങ്ങനെ ഒരു സംഭവം വരാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് അവർ ഇനി എടുക്കാൻ പോകുന്നുണ്ട്, അത് PSC അഡ്രസ് ചെയ്യണം. അതേപോലെ തന്നെ കേരള ഗവൺമെന്റും അഡ്രസ് ചെയ്യണം. ഇപ്പൊ ഒരുപാട് വളരെ പ്രതീക്ഷയോടെയാണ് കേരള ഗവൺമെന്റ് ഇപ്പൊ കയറിയിരിക്കുന്നത്, പുതിയൊരു ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മളും ഇതിനു മുമ്പ് ഗവൺമെന്റ് നമ്മളൊന്നും വിമർശിച്ചിട്ടില്ല, പക്ഷെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം വന്ന് വിമർശിച്ചേ പറ്റത്തുള്ളൂ. സോ ഗവൺമെന്റും ഇത് വളരെ അടിയന്തരമായിട്ട് തന്നെ തെറ്റാണെങ്കിൽ സമ്മതിക്കും, നമുക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, തെറ്റ് പറ്റിയിട്ടുണ്ട്, പക്ഷെ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവത്തില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത്ര പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് ഗവൺമെന്റ് അഡ്രസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ നമ്മൾ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു കേന്ദ്ര ഏജൻസികൾക്ക് മാത്രമാണ് പ്രശ്നം, നീറ്റ് പരീക്ഷയിൽ പ്രശ്നമുണ്ടായി, JEE പരീക്ഷയിൽ പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷകളെല്ലാം പ്രശ്നമായി. അപ്പം ഇവിടെയൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്, കേരള PSC നടത്തുന്ന പരീക്ഷകൾ അത്ര ഗംഭീരമായി ശ്രദ്ധയോടുകൂടിയിട്ടാണ് അവർ നടത്തുന്നത് എന്നുള്ളതാണ്. ഒരു മാലപ്പടക്കം പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഉദ്യോഗാർത്ഥികളുടെ പക്ഷത്ത് നിന്ന് സൂപ്പർ നോട്ട്സിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ്: പരീക്ഷയിലെ ക്രമക്കേടുകളും അതേപോലെ തന്നെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും നശിപ്പിക്കുന്നത് ഒരു വലിയ വിഭാഗം ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷയാണ്, അവരുടെ ആഗ്രഹങ്ങളാണ്, അവരുടെ സ്വപ്നങ്ങളാണ്, അവർ മെനഞ്ഞുണ്ടാക്കിയ കഥകളാണ്, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കഥകളാണ്, അവരുടെ ഏറെ നാളത്തെ സമയമാണ്. 6 മാസമൊക്കെ ഒരു കുട്ടി മാറ്റിവെച്ച് ചിലപ്പോൾ അവൻ്റെ ജോലി രാജിവെച്ച് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അവൻ്റെ മുന്നിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം ഇങ്ങനെയാണെങ്കിൽ ആ സ്ഥാപനത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് തിരുത്താൻ തയ്യാറാവണം. കൃത്യമായി കുട്ടികളോട് ഉണ്ടായ പ്രശ്നങ്ങൾ സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് ഇനി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പൂർണ്ണമായ സജ്ജീകരണങ്ങൾ PSCയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള അപേക്ഷയാണ് സൂപ്പർ നോട്ട്സിനും കുട്ടികൾക്ക് വേണ്ടി നിങ്ങളോട് പറയാനുള്ളത്. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് PSCയിൽ ഒരു തീരുമാനം എടുക്കുക. അത് ഇന്നത്തെ എക്സാമിന് എന്താണ് സംഭവിച്ചത്, ഇത് ഫസ്റ്റ് ഫേസ് എക്സാം എഴുതിയ ആൾക്കാരെ ബാധിച്ചോ, അല്ലെങ്കിൽ സെക്കൻഡ് ഫേസ് എന്നത്തേക്കാണ് മാറ്റിവെച്ചത്, അത് കൃത്യമായിട്ട് എത്രയും പെട്ടെന്ന് കുട്ടികളെ അറിയിക്കുക. കാര്യം തീ തിന്ന് ജീവിക്കാൻ കുട്ടികളെ കൊണ്ട് പറ്റത്തില്ല, ഒരിക്കലും കുട്ടികളെ കൊണ്ട് പറ്റത്തില്ല. കാര്യം അവർ ഇത്രയും കാലം അവർ പ്രിപ്പയർ ചെയ്ത് വന്ന് എക്സാം എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ അതിൽ എന്താണ് PSCയുടെ തീരുമാനം, ഇനി ആ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്, അത് എത്രയും പെട്ടെന്ന് കുട്ടികളെ അറിയിക്കുക, അവർക്കൊരു സന്തോഷം കൊടുക്കുക. സന്തോഷം ഒന്നും ആയിരിക്കത്തില്ല ഞാൻ ഈ പറയുമ്പോൾ, പക്ഷേ ആ തീരുമാനം എത്രയും പെട്ടെന്ന് കുട്ടികളെ അറിയിക്കുക. ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ: നിങ്ങൾ പാനിക് ആവാണ്ടിരിക്കുക, സമാധാനമായിട്ട് പ്രിപ്പറേഷൻ തുടരുക. കാരണം എക്സാം ഇനിയും നടത്തും, എന്തായാലും ഇത് ക്യാൻസൽഡ് ആണ്. അപ്പോൾ ഈ എക്സാം മിക്കവാറും ഫസ്റ്റ് സ്റ്റേജ് എക്സാം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത. കാരണം ചില ജില്ലകളിൽ ഒരു പേപ്പറും മറ്റു ചില ജില്ലകളിൽ വേറൊരു പേപ്പറുമാണ്, ഒരേ നിലവാരത്തിലുള്ള പരീക്ഷയാണ്. അപ്പോൾ എന്തായാലും ഈ എക്സാമും ഫസ്റ്റും ക്യാൻസൽ ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് അതെന്താണെന്ന് വെച്ചാൽ PSC എത്രയും പെട്ടെന്ന് കുട്ടികളെ അറിയിക്കണം. ക്യാൻസൽ ചെയ്യോ, ഓക്കെ ക്യാൻസൽ ചെയ്യത്തില്ല, എന്താണ് ഇപ്പോൾ പറ്റിയത്, അത് PSC അറിയിക്കാം. അല്ലെങ്കിൽ റൂമേഴ്സ് സ്പ്രെഡ് ആവും, ബാക്കിയെല്ലാം സ്പ്രെഡ് ആവും. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയാം, അതായത് PSC ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് കഴിഞ്ഞ LD പരീക്ഷയാണെങ്കിൽ 17 ലക്ഷത്തി എത്രയോ ആൾക്കാർ അപ്ലൈ ചെയ്ത്, ഇയർലി 18 ലക്ഷം ആൾക്കാർ അപ്ലൈ ചെയ്ത പരീക്ഷയാണ് ഇതിനു മുമ്പ് നടന്ന LD. എന്നാൽ കഴിഞ്ഞ LD നടന്നപ്പോൾ 12 ലക്ഷത്തി സംതിങ് ആൾക്കാരായിരുന്നു അപ്ലൈ ചെയ്തത്. അപ്പൊ അവിടെ ഏതാണ്ട് ഒരു 5 ലക്ഷത്തോളം ആൾക്കാരുടെ കുറവ് വന്നു. ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കും, വിശ്വാസ്യതയാണ് പോകുന്നത്. അപ്പൊ അത് തിരിച്ചു പിടിക്കേണ്ടത് PSCയുടെ കടമയാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഇന്ന മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്, പക്ഷെ ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാവത്തില്ല, ഇന്ന മെഷേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് കുട്ടികളെ അറിയിക്കേണ്ടത്, എന്താണ് ഇനി നെക്സ്റ്റ് എന്ന് അറിയിക്കേണ്ടത് PSCയുടെ കടമയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി വേറൊന്നും പറയാൻ, നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, ഒരു കാരണവശാലും അതിൽ നിന്ന് മാറിപ്പോകരുത്. കാരണം എക്സാം നടക്കുമ്പോൾ പിന്നീട് ഇപ്പം നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾ പിന്നീട് പെർഫോം ചെയ്യാതെ പോകരുത്. നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ആ എക്സാമിനും എഴുതാൻ പറ്റണം. അതുകൊണ്ട് നിങ്ങളുടെ പഠനം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിനകത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും നിങ്ങൾ കാണിക്കരുത്, പിന്നോട്ട് പോകരുത് എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ ഉണ്ടായതിൽ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് വിഷമമുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മളെ എപ്പോഴും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ മിസ് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോൺ ഞാൻ അങ്ങനെ ഒരു ഫ്ലൈറ്റ് അടിച്ചിടാറില്ല, പക്ഷേ ഈ ഒരു സെഷൻ അടിച്ചിടുന്നതുകൊണ്ട് ഇപ്പോൾ മിസ് കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സമാധാനമായി കൂളായിട്ട് പാനിക്കാവാണ്ട് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഇതേ ചാനലിൽ കൂടെ തന്നെ നിങ്ങളെ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. സൂപ്പർ നോട്ട്സിനെ ഫോളോ ചെയ്തോ. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു.